ഹേ ഗായ്സ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മാത്രം കാണരുത്. അപ്പോൾ നല്ല ഒരുപാട് മൊമെൻറ്റ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും അങ്ങോട്ടേക്ക് ഫുൾ സപ്പോർട്ടും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. എന്താ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തെ വീഡിയോ ആയിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്ന 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇല്ല, കുറച്ച് സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓടിപ്പോയിട്ട് നിങ്ങളത് കണ്ടിട്ട് വായോട്ടാ. അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇൻട്രോ തന്നെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ പോയി കാണുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, എന്നോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങൾ പോയി ഓടിപ്പോയി കണ്ടിട്ട് കേട്ടോ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഹെവി റെയിനാട്ടോ, അതിശക്തമായ മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ശരിക്കും കാണുന്നുണ്ട്, നല്ലപോലെ മഴയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏട്ടൻ വന്നിട്ടുണ്ടെന്ന്. എല്ലാവരും നല്ല ഉറക്കമാണ്. പിന്നെ എനിക്കങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ, അറിയാലോ നിങ്ങൾക്ക്. മഴയെ ആസ്വദിച്ചതിന് ശേഷം നേരെ വിട്ടത് അടുക്കളയിലേക്കാട്ടോ. കാരണം അതാണല്ലോ പതിവ് സീന്. വേറെ എവിടെയെങ്കിലും ഒരു ഇച്ചിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല ഗൈസ്. അപ്പോൾ ഞാൻ വെച്ച് പിടിച്ചത് അടുക്കളയിലേക്കാണ്. എൻ്റെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഞാൻ യുദ്ധക്കളത്തിലെ കുറച്ചൊന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ അയൺ ചെയ്യാൻ പോയി. കാരണം മഴയായതുകൊണ്ട് തന്നെ കറണ്ട് വന്നും പോയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ മക്കളുടെ യൂണിഫോം തേച്ചില്ലെങ്കിൽ അപ്പടി ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാവും ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി ചടപടേന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. യാദൂട്ടനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഓൾറെഡി. കറണ്ട് പോകുന്നതിന് മുന്നേ ഇസ്തിരിപ്പെട്ടിയൊക്കെ ചൂടാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അതിന് ശേഷം ഞാൻ ഓടി ചെല്ലുന്നുണ്ട് അടുക്കളയിലേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പം ദോശയ്ക്കുള്ള മാവ് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. നീർദോശയാട്ടോ. പിന്നെ മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ച് ഓൾറെഡി മുട്ട പുഴുങ്ങാൻ വെച്ചു. ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ജനൽ മഴ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഏട്ടൻ കൊണ്ടുവന്ന കുടയാട്ടോ, ഇപ്രാവശ്യം കൊണ്ടുവന്ന വലിയ കുടയാട്ടോ. അപ്പോൾ പിള്ളേർ വഴിക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുടയും എടുത്തിട്ട് വഴി വരെ പോയി നിൽക്കുന്നുണ്ട്. യാദൂട്ടൻ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ചാടുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടം വരെ പോയി നിൽക്കുന്നുണ്ട്. നല്ല കുടയാട്ടോ ഗൈസ്. ഈ കുട വേണ്ടവർ ഉണ്ണിയേണ്ട കോണ്ടാക്ട് ചെയ്തോ, കൊണ്ടുത്തരൂ കേട്ടോ. ബോംബെയിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു. അതിന് ശേഷം അച്ഛയും ഞാനും വാവയും കൂടി ഇച്ചിരി നേരം കളിക്കുക കേട്ടോ. അവനെ കൊഞ്ചിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തിന്നാൻ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ യാദൂനെ എന്നല്ല, കുഞ്ഞുമക്കളെ എല്ലാവർക്കും കടിക്കാനും തിന്നാനും ഒക്കെ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യാനാവില്ലല്ലോ. നമ്മളെ മുതലാകുമ്പോൾ എന്തോ ആവാലോ. എന്ത് വേട്ടെ? എന്തിൻ്റെ വേണ്ട? എന്തിനാ ഏട്ടാ? വെട്ടണ്ട ഉണ്ണിയേട്ടാ, അത്രയും വളർന്നിട്ടത്. അയ്യോ, എന്തെന്നാ ഉണ്ണിയേട്ടാ, അതിന്റെ കിളിപ്പെല്ലാം വന്നതേനു അത്. എന്നാ പിന്നെ മര്യാദക്ക് പോയിട്ടോ. അതെങ്ങനെ ബാ ചായ കുടിച്ചിട്ട് ഇനിയൊന്നും പെട്ടല്ലേ നിങ്ങൾക്ക്. അടുത്ത കൊല്ലം അത് നല്ലോണം കായ്ക്കും. നിങ്ങൾ ഇങ്ങോട്ട് ഏത് കത്തി ഉണ്ണിയേട്ടാ? ഞാനിടുന്നു
അല്ലേല് കുഞ്ഞി കത്തിയേ ഉള്ളൂ. കത്രിക ഇല്ല. ആ കത്രിക ഏടിയാകുമ്പോ നിങ്ങൾ കൊണ്ട കളഞ്ഞ് നിങ്ങളെടുത്ത് നിങ്ങൾ വെച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നത് കൊണ്ട് അത് പൂച്ച തിന്നുന്ന കണ്ടോ? പൂച്ച എന്തിയ പൂച്ച? അമ്മന് മോന് പൂച്ച പൂച്ച കൊടുക്കാലപ്പം കൊടുക്കാലപ്പം ഇതാ ഇതാ അതാ പറ്റിഞ്ഞോ പറ്റിഞ്ഞോ. Look ba koi ba 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 ada berita ada atau kulit kucing kalian kucing dah apa dulu oh Indo നമ്മുടെ പൊന്നാണ് ഇത്. അമ്മ പൊന്നല്ലേ ഇത്. അവിടെ നിധിയാണ് നിധിയാണ് നമ്മുടെ നിധിയാണ്. അപ്പോ പള്ളി പിടിച്ചിന് കങ്കാലി കടിക്കില്ല കടിക്കില്ല. ആത്താ മോനെ ഊരി എടുത്തിട്ട മോനിരിക്കുന്നു. ആരോട്? മുയലിനോടാ? എന്തുവാ? ഇവന് ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ചായ കുടിക്കണം. പറമ്പത്തോട്ട് ഇറങ്ങിയാൾ വന്നാലല്ലേ ചായ കുടിക്കാനാവും ഗൈസ്. ചായ കുടിക്കണം. മുടിയിലെ ക്ലിപ്പ് ഊരി എടുത്തിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്. പൊന്നായത് വാ ഏട്ടാ. വരുന്നെന്ന് പറഞ്ഞ സമയം ഇപ്പൊ 20 മിനിറ്റ് എങ്ങാനായി. വാ ചായ കുടിച്ചിട്ട് ഇവനെ ഉറക്കട്ടെ ഞാന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറമ്പത്തോട്ട് ഇറങ്ങിക്കോന്ന് പറഞ്ഞു നിങ്ങൾ. ഏട്ടാ അത് വിശക്കുന്നേ ഏട്ടാ. ഏട്ടാ അത് അനക്കുവാ. ഞാൻ വിളിക്കൂല ഏട്ടാ നിങ്ങളെ. അത് പറ അതുമാ ക്ലിപ്പ് തന്നെ. ഇത് ക്ലിപ്പ് തരുവോ? വീഴുവേ. വീഴുവേ. അമ്മേന്റെ ക്ലിപ്പ് ഇനി തന്നെ തുപ്പല്ലടാ. അമ്മേന്റെ കളി കണ്ടോ ഗൈസ്? ഉറക്കം വരുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഉറക്കാന്ന് ചോദിച്ചില്ല, പക്ഷെ വരുന്നുമില്ലേ. അതുമോ വീടിന്റെ അലങ്കോലൊന്നും നോക്കണ്ട ഗൈസ്. ദാതുമോ തുന്തര ഇറങ്ങിക്ക്. എങ്ങനെ ഇറങ്ങുവോ നമ്മള്? ഓയ് 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 ഓയ്. അമ്മേന്റെ ക്ലിപ്പിങ് ഇതാ. അമ്മേന്റെ കിപ്പ് തരുവാ. അമ്മേന്റെ കിപ്പ് തരൂ. അമ്മേന്റെ കിപ്പ് തരൂ. അമ്മേന്റെ കിപ്പ് തരൂ.
ഒരു അമ്മേൻ്റെ ക്ലിപ്പ് തരുക താടാ ഒരു ക്ലിപ്പ് തരും ക്ലിപ്പ് തരും താങ്ക് യു. ആ എനിക്ക് കുട്ടി പിടിച്ചോ, കുട്ടി പിടിച്ചോ. ഓമൻ കുഞ്ഞില്ലേ, അവന് പൊന്നിന് അവന് പൊന്നല്ലേ. വേണ്ട 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 പോലും ഗൈസ്, വേണ്ട. താഴോട്ട് വാ. ആ ഇത് അപ്പിയിടുന്നുണ്ട് ഗൈസ്. ഞാൻ അവിടെ നിന്ന് ചട്ടപ്പട്ടേന്ന് എടുത്താലേ അവനവിടെ സ്റ്റോപ്പാക്കും. അതിന് നല്ലത് മൊത്തം ഇട്ടിട്ട് എടുക്കുന്നേ. താഴെ പോവേ കൊച്ച്. അങ്ങനെ വലിയൊരു അംഗം വെട്ടിന് ശേഷം ഞാൻ യാദുവിനെ കൊണ്ടേ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരത്തെ വിളിക്കും പറച്ചലിന് ശേഷം ഏട്ടൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കാറ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു എന്താണോ ഇവിടെ സംഭവിക്കുന്നത് അത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കൂ. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡൈനിങ് ടേബിളിലൊന്നും പോയിരുന്ന് കഴിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരില്ല. കാരണം നമ്മളിങ്ങനെയാണ്. ആ വീഡിയോ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ കാര്യമായ കാര്യത്തിൽ ഞാനും ഉണ്ണിയാണും ഇങ്ങനെ കുറേ സംഭാഷണമൊക്കെ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടനും എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ വലിയ ചർച്ചയിൽ തന്നെയാണ്. അത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ. ചായ കുടിയും നടക്കും, നമ്മുടെ സംസാരവും നടക്കും. അങ്ങനെ കുറേ നേരത്തെ സംസാരവും ചായ കുടിയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തമാശയും കാര്യവും ഒക്കെ പറയുന്നുണ്ട്. എത്രയോ കാലങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ കുറേ നേരം വായേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചത് കേട്ടോ. ഈ ഒരു സന്തോഷം എവിടെയും വേറെ കിട്ടില്ല. അതിന് ശേഷം പിന്നെ ഏട്ടൻ വേലിച്ചീര എന്ന് പറയുന്ന ചീര നമ്മളെ പറമ്പിൻ്റെ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട്. അത് പറിച്ചു കൊണ്ടുവന്നിട്ട് തോരനാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലീൻ ആക്കിയപ്പോൾ ഫുള്ള് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയൊക്കെ പുഴു തിന്നിട്ടുണ്ട് ഗൈസ് പണ്ടാരം. ഇത് ക്ലീൻ ആക്കൽ വെക്കലൊക്കെ ടാസ്ക്കാണ്, കാരണം കുഞ്ഞതായോണ്ടേ. പക്ഷേ നല്ല അടിപൊളി സാധനമാണ്. ഉള്ളിയും കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ചീരയാട്ടോ. ചീരയൊക്കെ തിന്നണം സത്യം പറഞ്ഞാൽ. ഏട്ടൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. കണ്ണിനും പല്ലിനും എല്ലിനും ഒക്കെ ബലം വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചീരയും അങ്ങനത്തെയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഏട്ടനും കൂടെ കൂടിയത് കൊണ്ട് തന്നെ ഞാനും ജസ്റ്റ് കൂടെ കൂടിയിട്ടുണ്ട്. അതൊക്കെ ഒരു മെമ്മറി അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ. കാരണം ഏട്ടൻ ഇങ്ങനെ സഹായിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ അതിനൊരു മൈൻഡ് വേണം, അല്ലെങ്കിൽ ചെയ്തു തരൂല കേട്ടോ. അതിന് ശേഷം ആ വേലിച്ചീര കൊണ്ടുപോയി നടുന്നുണ്ട് കേട്ടോ. നടാൻ വേണ്ടിയിട്ട് ഇനിയും ഉണ്ടാവും. ഇതിൻ്റെ കമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നല്ല നല്ല പീസ് കട്ട് ചെയ്തിട്ട് ഏട്ടൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം അത് നട്ട് കഴിഞ്ഞ് ഇനിയും ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേലിച്ചീര. അപ്പോൾ ഇത് തോരനൊക്കെ ആക്കണം. അപ്പോഴത്തേക്ക് വേട്ടൻ പോയി അത് നട്ടിട്ട് വരട്ടെ ഗൈസ്. അങ്ങനെ ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന സമയത്ത് കുറേ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പച്ചക്കറിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ 2 കബോർഡിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് നീറ്റായിട്ട് ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനെല്ലാം ചീഞ്ഞു പോകുന്നതും പോകാത്തതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഹെവി ബൾക്കായിട്ട് തന്നെ ഏട്ടൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചക്കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിള്ളേരുടെ അല്ല അൻവീൻ്റെ PTA മീറ്റിംഗ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇറങ്ങി ഇവനെയും കൊണ്ട് എങ്ങനെ പോകുമെന്ന് അറിയില്ല ഗൈസ്. പോയിട്ട് വരാം. ഔട്ട്ഫിറ്റ് അയ്യോ കാണിക്കാനാവില്ല ഗൈസ്. ശ്രീഷ്മേച്ചിയും വരുന്നുണ്ട്. അപ്പോൾ ശ്രീഷ്മേച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടാ. അപ്പോൾ ഗൈസ് ഞാനില്ലേ PTA മീറ്റിങ്ങിനെല്ലാം പോയി വന്നു. പൂനെയൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം യാദൂട്ടനെയും കൊണ്ടാണ്. ശ്രീഷ്മേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു പോയി. വീഡിയോ എടുക്കാൻ മറന്നുപോയതല്ല വിട്ടുപോയി. പിന്നെ നമ്മൾ അവിടെ എത്തി ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ഒപ്പൊക്കെ ഇട്ട് അതൊന്നും പിന്നെ എടുക്കാൻ നിന്നില്ല. പിന്നെ നമുക്ക് വേറെ 2-3 ആവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മോളെ ട്യൂഷൻ്റെ സ്ഥലത്തുനിന്ന് കൂട്ടണമായിരുന്നു. അതൊക്കെ കൂട്ടി പിക്ക് ചെയ്ത് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പോയതേ പൂരപ്പുറമ്പാക്കിയിട്ടാണ്. ഒന്നും പറയാനില്ല. അങ്ങനെ കിടക്കുവാണ്, മെസ്സായിട്ട് കിടക്കുവാണ്.
എനിക്ക് ഈ വീട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്നെ കൂടാണ്ട് ദേഷ്യം വരും. എന്നോട് മാത്രമല്ല ബാക്കിയുള്ളവരോടും ദേഷ്യം വരും. ഏട്ടൻ വന്നാലും എനിക്ക് ഒരിക്കലും പണി ഒരുങ്ങില്ല. ഏട്ടൻ വരണം എന്തായാലും, പക്ഷെ എൻ്റെ പണി ഒരുങ്ങുകയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാ ഞാൻ കാണിച്ചത്. എന്നെ ഇവിടെ ഒരിക്കലും നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ പാത്രം കഴുകട്ടെ ഗൈസ്. പാത്രം ഒന്നും ഇപ്പം തന്നെ സമയം ഏകദേശം 6:15 വിളക്ക് വെക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് അടിച്ചു വാരണം, തുടക്കണം എന്നുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ പാത്രം കഴുകട്ടെ. ചടപടേന്ന് ഞാൻ പാത്രം കഴുകട്ടെ കേട്ടോ. എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അങ്ങനെ പിറ്റേത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊന്നും എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏട്ടന് പോകേണ്ട ദിവസമായി, പിള്ളേർക്കും പോകേണ്ട ദിവസമായി. പിന്നെയും തിരക്ക് തന്നെ ഗൈസ്. ഇത് തന്നെ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അതുമോനും അച്ഛനും കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിള്ളേരെ വിടണ്ടോണ്ടേ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക. അവനിപ്പോൾ നന്നായിട്ട് സ്റ്റെയർ കയറുന്ന ഏട്ടന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പിള്ളേരെ വിടേണ്ട തിരക്കിലാണുള്ളത് കേട്ടോ. അപ്പം ചേച്ചീൻ്റെ മോള് വീഡിയോ എടുക്കണ്ട എന്ന് പറയുകയാണ്. പിന്നെ യാദുവിൻ്റെ കോപ്രായങ്ങൾ നിങ്ങൾ കാണണ്ടേ. കോപ്രായം എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അവൻ്റെ കുഞ്ഞു ക്യൂട്ട് മൊമെൻറ്റ്സ്. പടി കയറിയിട്ട് നോക്കി ചിരിക്കും ഗൈസ്. എൻ്റെ അമ്മോ, ആ നിഷ്കളങ്കമായ ഒരു ചിരിയോ അങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും ഗൈസ്. അപ്പോൾ പിള്ളേർ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. മഴയിടക്ക് പെയ്യും പോകും അങ്ങനെയാണ്. അൻവി ബസ് വന്നെന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബസ് വന്നിട്ടില്ല. ബസ് വരാനുള്ള സമയമായിട്ടില്ല. എൻ്റെ കുഞ്ഞാറ്റക്കുട്ടി പൊട്ടേ പറഞ്ഞിട്ട് എന്ത് വന്നാലും മുടങ്ങാണ്ട് പറയുന്ന ഒരു കാര്യമാട്ടോ. പോയിട്ട് വരാം അമ്മേന്ന്. അങ്ങനെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മക്കൾ അങ്ങനെ യാത്രയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വൈകുന്നേരം വരും. പിന്നെ ഇനി ഏട്ടനും ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഒരു സങ്കടമൊക്കെ എനിക്കുണ്ട്. 3 ദിവസം ഉണ്ടായിട്ട്. ഉള്ളപ്പോൾ ഞാൻ പറയും പോകാനായിട്ടില്ലേ എന്ന് ചോദിക്കും. പക്ഷേ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു പിടച്ചിലാണ് ഗൈസ്. ഞാനില്ലേ അടുത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏട്ടൻ പക്ഷെ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഏട്ടൻ ഇങ്ങനെ ഫോണ് കുത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് ഫോൺ ഓഫ് ചെയ്യുമൊക്കെ പറയുന്നുണ്ട്. ആ ഫോണ് നോക്കിക്കോ, ഇവിടെ ഇരുന്നിട്ട് എന്നോട് വർത്താനം പറയണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് യാദപ്പൻ ഓരോ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞപ്പം മെല്ലെ ഫോണൊക്കെ എടുത്ത് വെക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ബസ് വരാനായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കിതാ യാദൂട്ടനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം എപ്പോഴാണ് വരിക എന്നൊന്നും പറയാനാവില്ല ഗൈസ്. 1 മാസം കഴിയുമോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നല്ല മഴയൊക്കെയാണ് ബോംബെയിൽ. ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ നിൽക്കുക കേട്ടോ. അപ്പം ഈ കുട ഞാൻ അവന് തുറന്നു വെച്ച് കൊടുക്കുക. ഏട്ടൻ തുറന്നു വെച്ച് കൊടുക്കുക. അപ്പം യാദൂട്ടൻ അതും പിടിച്ച് ഇച്ചിരി നേരം ഇരിക്കും. ഏട്ടൻ പോയതിന് ശേഷം വേണം യാദപ്പന് ഉറക്കം വന്ന് അങ്ങേ അറ്റത്തെത്തിയിരിക്കുക. പക്ഷെ ഞാൻ ഏട്ടൻ്റെ ബസ് വന്നിട്ട് പോയിട്ടാവുമ്പം നമുക്ക് ഉറക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഏട്ടനിങ്ങനെ ബസ് നോക്കി നിൽക്കുകയാണ്. 9:30 എപ്പോഴാണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അകത്തോട്ട് കയറിപ്പോയാൽ ബസ് വന്ന് പോകുന്നേ അറിയൂല. യാദൂട്ടൻ അങ്ങനെ കുടയും കൊണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ ഇതാ ബസ് വന്നിട്ടുണ്ട്. ഓടി പിടിക്കുന്നുണ്ട്. എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ എൻ്റെ ഉണ്ണിക്കുട്ടൻ പോയിട്ടുണ്ട്. എന്തായാലും പോയി ലോഡൊക്കെ ഇറക്കിയിട്ട് വരട്ടെ ഗൈസ്. കാരണം വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തിക മാധ്യം മുട്ടും ഗൈസ്. ഏട്ടൻ പോയതിന് ശേഷം ഞാൻ 1 റൗണ്ട് അവനെ ഉറക്കി. പിന്നെ അവൻ എഴുന്നേറ്റപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും ഞാൻ അവനെ ഉറക്കാൻ കിടത്തുന്ന രംഗാട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ദിവസം തന്നെ അങ്ങനെ കുറേശ്ശെ ഉറങ്ങുള്ളൂ. പൂച്ച ഉറക്കുന്നതാണേ പറയണം.
അങ്ങനെ ഉറക്കണമെങ്കിൽ തന്നെ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ. കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അനുഭവിച്ചവർക്കേ അതിൻ്റെ സുഖം എന്താണെന്ന് പറഞ്ഞറിയാൻ പറ്റുള്ളൂ. അപ്പം യാദുവിനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യാദൂട്ടിനെ ഉറക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ യാദൂട്ടൻ നല്ല ഉറക്കമാണ്. ഏട്ടൻ പോയതിൻ്റെ ആ ഒരു സാഡ്നെസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടല്ലോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പണിയും ഒരുങ്ങൂല. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ വീടുകളിലും. എന്താ പറയുക, എത്ര എടുത്താലും ഒരു മതി വരാത്തൊരു രീതിയിലാണ്. പക്ഷെ ഏട്ടൻ പോകുമ്പോൾ എന്തോ പറിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ഫീലാട്ടോ എനിക്ക് എപ്പോഴും ഉണ്ടാകാറ്. അപ്പോൾ ഇപ്പം വീട് ഭയങ്കര ശാന്തമായിട്ടുണ്ട്, പണിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് വീഡിയോൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട്, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. സമയമുള്ളപ്പം വീഡിയോ വെച്ച് ഫുള്ളായിട്ട് കാണുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഈ റിക്വസ്റ്റ് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ബൈ.